എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു ഗ്രോസറി ഷോപ്പിംഗ് ആണ് കേട്ടോ. എല്ലാ മാസവും ഉള്ളതാണിത്. എല്ലാ മാസവും ഫസ്റ്റ് വീക്കിൽ ഞാൻ പോയിട്ട് ഇങ്ങനെ ഗ്രോസറീസ് ഒന്നായിട്ട് വാങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുട്ടി വീട്ടമ്മമാരുണ്ടല്ലോ, അവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും തോന്നിയതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചു. ഞാനിത് പഠിച്ചത് എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. സാധനങ്ങൾ ഒന്നിച്ചാണ് വാങ്ങിക്കുക, ഒരു മാസത്തേക്ക് ഒന്നിച്ചാണ് വാങ്ങിക്കുക. പിന്നെ പോരാത്തത് കുറച്ച് മേടിച്ചാൽ മതിയല്ലോ. അന്നൊന്നും ഇവിടെ കടകളൊന്നുമില്ല, അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. എങ്കിലും ഇപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. ഒന്നിച്ച് വാങ്ങി വെച്ചാൽ എപ്പോഴും നമുക്ക് സാധനം വാങ്ങാൻ പോകണ്ട, അയ്യോ എന്താ സാധനം ഉള്ളത് ഇല്ലാത്തത് നോക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വീട്ടിൽ. അതാണ്, ആര് വിരുന്ന് വന്നാലും ഇനി നമുക്കാണെങ്കിലും കുട്ടികളുണ്ടെങ്കിലും എന്തിനും നമുക്ക് സാധനം എപ്പോഴും എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും. അതാണ്. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ഓൺലൈൻ പർച്ചേസാണ്, ഇപ്പോൾ വീട്ടിലെത്തും. എങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവും. എന്താ പറയുക, പിന്നെ നമ്മളതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ അരിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 2 പേരുള്ള വീടാണെങ്കിൽ അരിയൊക്കെ ആണെങ്കിൽ 5 കിലോ ധാരാളമാണ്. അതുപോലെ പല വ്യഞ്ജനങ്ങൾ, പുട്ടുപൊടിയാണെങ്കിൽ 1 കിലോ പുട്ടുപൊടി അല്ലെങ്കിൽ 2 കിലോ പുട്ടുപൊടി വാങ്ങി വയ്ക്കുക. നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. കടുകാണെങ്കിൽ 100 ഗ്രാം കടുക്, അതൊക്കെ വേണ്ടു ഒരു മാസത്തേക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ. അതുപോലെ സൂചി റവ ഉണ്ടല്ലേ, ഇതുപോലെ സൂചി റവ, പിന്നെ എന്താ പറയുക, കാപ്പിപ്പൊടി, കാപ്പിപ്പൊടിയും ചായപ്പൊടിയൊക്കെ 250 ഞാൻ വാങ്ങിക്കാറ്. എപ്പോഴും 250 ഗ്രാംസ് വാങ്ങിച്ചാൽ ഒരു മാസത്തേക്ക് ഉണ്ടാവും നോർമൽ ഫാമിലിയിൽ. എനിക്കൊക്കെ അധികമായിരിക്കും കേട്ടോ ഇത്, കാരണം ഞാൻ ഒരു ചായ മാത്രമേ കഴിക്കുള്ളൂ വൈകുന്നേരം. അതുപോലെ ചിലപ്പോൾ രാവിലെ ഒരു ചായ, അങ്ങനെ. പിന്നെ കോഫി പൗഡർ ആണെങ്കിൽ അതേ ഒരു 200 ഗ്രാമിൻ്റെയൊക്കെ ഒരു കോഫി പൗഡർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ കുറച്ചായിട്ട് വാങ്ങിക്കാതെ സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കടല, ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരിപ്പ്, കടല, പിന്നെന്താ ഉഴുന്ന് പരിപ്പ്, ചെറുപയർ, ഇതൊക്കെ നമുക്ക് ഓരോ കിലോ വാങ്ങി വയ്ക്കാം ഒരു മാസത്തേക്ക്. പിന്നെ ഇത് ഞാൻ ഓർഗാനിക് ഷുഗർ വാങ്ങിയത്, അല്ല എന്താ പറയുക, ശർക്കര വാങ്ങിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമാണ് ഇങ്ങനെയുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങനെയുള്ള കടല കണ്ടില്ലേ. പിന്നെ പുട്ടുപൊടിയും അതുപോലെ വെള്ളപ്പം, പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ഇടിയപ്പം പൊടി ഞാൻ 1 കിലോ വാങ്ങിയിട്ടുള്ളൂ. പുട്ടുപൊടി ഞാൻ 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ. പിന്നെ കടല മാവൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് മിക്സ്ചറൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ കുട്ടികളൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ മല്ലി 500 വാങ്ങിയത്. മല്ലി വാങ്ങിയിട്ട് ഞാൻ സാമ്പാറിനെ പൊടിച്ച് വയ്ക്കും. അത് നമുക്കൊരു 4-5 മാസത്തേക്കുണ്ടാവും, 5-6 മാസത്തേക്കുണ്ടാവും. 500 മല്ലി, അതിനെ ഒരു 100 ഗ്രാം മുളക് ഉണ്ടല്ലേ, കാശ്മീരി ചില്ലിയാണ് വാങ്ങിയത്. പിന്നെ കായം ഒരു ബോക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ, ഉലുവ ഒക്കെ ചേർത്തിട്ട് നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ 5-6 മാസത്തേക്ക് പിന്നെ നമ്മൾ എന്നും സാമ്പാർ ഉണ്ടാക്കുന്നില്ലല്ലോ, അങ്ങനെ. അതുപോലെ പഞ്ചസാരയാണെങ്കിൽ 2-3 കിലോ ഒന്നിച്ച് വാങ്ങിക്കുക. വെള്ളപ്പൊക്കെ ഉണ്ടാക്കാൻ ഞാൻ അധികവും പച്ചരി കുതിർത്തിയിട്ടാണ് ഞാൻ വെള്ളപ്പൊക്കെ ഉണ്ടാക്കാറുള്ളത്. തേങ്ങയൊക്കെ അരച്ച് കൂട്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് നല്ലത്. അപ്പോൾ ഇതിൽ വെള്ളപ്പം ഉണ്ടാക്കാം, പക്ഷേ ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റുമോ എന്നുള്ളത്, എനിക്ക് തേങ്ങ അരച്ച് ചേർക്കാൻ തോന്നുന്നു, എനിക്കറിയില്ല. ഞാനിങ്ങനെ അതിനെ കൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇത് പത്തിരി, അപ്പം എന്നൊക്കെ പറയുന്നുണ്ട്, ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ഞാനിത് പത്തിരിക്കും ഇടിയപ്പത്തിനും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വെള്ളപ്പത്തിന് ഞാൻ അരയ്ക്കാറാണ്. പച്ചരിയും അതുപോലെ ചോറും കൂടെ അരയ്ക്കും. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. തേങ്ങ കൂട്ടി അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അത് പുളിയായിട്ടും പുളിക്കാതെയും, പുളിച്ച് കഴിഞ്ഞാൽ വെള്ളപ്പത്തിൻ്റെ കൂട്ടായി, പുളിക്കാതെ ആണെങ്കിൽ പുളിയില്ലാത്ത ദോശയായി. നല്ല ടേസ്റ്റായിരിക്കും ആ ദോശയ്ക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ റവ മേടിച്ച് വെച്ചാൽ ഒരു ദിവസം ഉപ്പുമാവാക്കാം. അപ്പോൾ എളുപ്പമാണല്ലോ. സൂചി റവ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേസരി ഉണ്ടാക്കാം, റവ ലഡു ഉണ്ടാക്കാം, അങ്ങനെയുള്ള പല സാധനങ്ങളും നമുക്ക് ഈ സൂചി റവ വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ ദോശയ്ക്ക് ഇനി ചോറ് അരയ്ക്കാനില്ലെങ്കിൽ ഈ സൂചി റവ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ച് നമുക്ക് അത് ചേർത്ത് കഴിഞ്ഞാൽ ചോറ് അരയ്ക്കുന്നതിന് സമമാണ്. മനസ്സിലായോ? പിന്നെ നമുക്ക് ഇതുകൊണ്ട് സൂചി റവ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ
തരിക്കഞ്ഞി ഉണ്ടാക്കും ഞങ്ങളൊക്കെ. പാലിനകത്ത് ഈ തരി ഇട്ടിട്ട് തിളപ്പിക്കും. ഭയങ്കര ടേസ്റ്റാണത്. ഇപ്പോൾ വയറിനൊക്കെ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് ദഹിക്കുമല്ലോ. അപ്പോൾ രാത്രിയൊക്കെ ലൈറ്റ് ഫുഡ് മതിയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് അതിനകത്ത് കുറച്ച് തരിയിട്ട് തിളപ്പിച്ച് പഞ്ചസാരയ്ക്ക് പകരമാണെങ്കിൽ തേൻ ചേർക്കാം. തണുപ്പിച്ച് കഴിഞ്ഞിട്ട് തേൻ ചേർക്കാം കേട്ടോ. ചൂടുള്ള പാലിലൊരിക്കലും നമ്മൾ തേൻ ചേർക്കാൻ പാടില്ല. തണുത്തതിൽ നമുക്ക് പാൽ ചേർക്കാം, തേൻ ചേർക്കാം. ഓക്കെ. അപ്പോൾ ഈ തരി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് നമുക്ക് ഒരു നേരത്തെ മീലായിട്ട്, ഒരു ലൈറ്റ് മീലായിട്ട് നമുക്ക് എടുക്കാം. രാത്രിയൊക്കെ ഇങ്ങനെയുള്ള മീലായിരിക്കും നല്ലത്. അതുപോലെ ഈ റവയും അതേ പാലിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, തരിക്കഞ്ഞി പോലെ തന്നെ ഇരിക്കും, നല്ലതാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു മാസത്തേക്ക് ഒന്നിച്ച് വാങ്ങി വയ്ക്കാം. അത് നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമായിരിക്കും. നിങ്ങളുടെ ഒരുപാട് ബേർഡൻ അതോടെ പോകും. കാരണം നമുക്ക് അയ്യോ അത് വാങ്ങണ്ടേ ഇത് വാങ്ങണ്ടേ എന്നുള്ള വിചാരമായിരിക്കും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് വാങ്ങി വെച്ചാൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ നമ്മൾ ഒന്നിച്ച് 2 കിലോ വീതമൊക്കെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരു പച്ചക്കറി ഇല്ലെങ്കിലും നമുക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അങ്ങനെ ചെറിയ ഉള്ളി ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വീട്ടിൽ സാധനമില്ലാത്ത ഒരു പ്രശ്നമേ വരില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിയ പച്ചക്കറി. ഇതിൽ ഉരുളക്കിഴങ്ങ് ഉള്ളിയുണ്ട് കേട്ടോ. അത് ഞാനൊരു 1.5 കിലോ വീതം വാങ്ങിയിട്ടുണ്ട്. പിന്നെ കേടുവരാത്ത പച്ചക്കറി, ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അവിടെ നിൽക്കും. പിന്നെ പഴം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചധികം വാങ്ങിക്കും. തക്കാളി അധികം വാങ്ങിക്കും. പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ വെണ്ടയ്ക്ക മേടിച്ചിട്ടുണ്ട്. അത് ഉപ്പേരിയായിട്ട് വയ്ക്കാമല്ലോ, ഏറ്റവും നല്ലതാണ്. നമുക്ക് ഈസ്ട്രജനൊക്കെ ഉണ്ടാവാൻ നല്ലതാണെന്ന് കേട്ടു. അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഉപ്പേരി വയ്ക്കാൻ. പച്ചമുളകാണെങ്കിൽ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 150 ഗ്രാം പച്ചമുളക് എരിവിനനുസരിച്ച് കേട്ടോ. ഞങ്ങൾക്കൊക്കെ എരിവ് കുറച്ച് മതി. അതുകൊണ്ട് ഞാനൊരു 100 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാം വാങ്ങിക്കും. എന്നിട്ടത് അതിൻ്റെ മുട്ടി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കണ്ണിയില്ലേ, അത് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ കാലം കേടുകൂടാതെ ഇരിക്കും. പിന്നെ മല്ലിച്ചപ്പ്, തക്കാളി, അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കുട്ടി മത്തൻ മേടിച്ചിട്ടുണ്ട്, കൈപ്പയ്ക്ക, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഒരു 5-6 ദിവസത്തേക്ക് ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത കടയിൽ നിന്ന് പിന്നെ വാങ്ങിക്കുകയുള്ളൂ. പഴവും വാങ്ങിയിട്ടുണ്ട്, 1 കിലോ പഴം പിന്നെ എപ്പോഴും ആവശ്യമാണല്ലോ. പഴം, അതുപോലെ പച്ചക്കറി, ഇതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ടി വരിക. അത് അടുത്ത കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അങ്ങനെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇത് സാധനം കൊണ്ടുവന്ന ചാക്കാണ് കേട്ടോ. ഒന്നിച്ച് അവർ ചാക്കിലാക്കി തന്നതാണ്. കൈപ്പയ്ക്കുണ്ട്, കണ്ടില്ലേ, കൈപ്പയ്ക്കൊക്കെ ഉണ്ട്. അതുപോലെ വഴുതനങ്ങ ഉപ്പേരിക്ക്, വഴുതനങ്ങ, കൈപ്പയ്ക്ക, പയർ, അത്രയാണ് ഞാൻ ഉപ്പേരിക്ക്. പിന്നെ വെണ്ട, ഇത്രയാണ് ഞാൻ ഉപ്പേരിക്ക് വാങ്ങിയത്. അപ്പോൾ ഒരു 4-5 ദിവസത്തേക്കുള്ള ഉപ്പേരിക്കുള്ള വകുപ്പായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിനി സാമ്പാർ പൊടി പൊടിക്കണം. എനിക്ക് ഈ സൂചി റവ വറുത്ത് വെക്കണം, ഈ റവയും ചൂടാക്കി വെക്കണം. അപ്പോൾ കേടുവരില്ല. സൂചി റവ എപ്പോഴും നമ്മളിങ്ങനത്തെ ലൂസ് റവയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതൊന്ന് ഉരുളിയിലിട്ടിട്ട് വറുത്ത് വെക്കുന്നത് നല്ലതാണ്. ഒന്ന് നന്നായിട്ട്, ഒരുപാട് വറുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ല. അതുപോലെ ഈ റവയും ഞാനൊന്ന് ചൂടാക്കും, അല്ലെങ്കിൽ കുത്തനും പുഴുവൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് പാത്രത്തിലാക്കി വയ്ക്കും. അങ്ങനെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.